ഭയങ്കരമായിട്ട് ഈ ദിവസങ്ങളിൽ റിജക്റ്റഡ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് നീ വേർതിരിക്കപ്പെടുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. നീ കർത്താവിനെ അറിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് നീ മറ്റുള്ളവരിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുന്നുണ്ടോ? എങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ റിജക്ഷൻ ദൈവത്തിൻ്റെ സെലക്ഷനാണ്. നിന്നെ കർത്താവ് വേർതിരിക്കുന്നതാണ്. ചില പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി ഈ വർഷം നിന്റെ ലൈഫിനകത്ത് വലിയ തിരിവുകൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും. നീ പോലും പ്രതീക്ഷിക്കാത്ത ചില നിയോഗങ്ങൾ നിന്നെ തേടി വരുന്ന വർഷമായിരിക്കും ഈ 2024. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്നെ ഇപ്പോൾ റിജക്റ്റ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരിക്കാം. നിന്നെ അവസരങ്ങൾ തരാതെ, പരിഗണിക്കാതെ ഒത്തിരി വിഷയത്തിൽ കൂടെ നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നിന്നോടുള്ള ഒരു പ്രവചന ശബ്ദമാണിത്. ആമേൻ. യേശുവിനെ എല്ലാവരും റിജക്റ്റ് ചെയ്തു, കൂടെ നിൽക്കുന്നവരും പലരും റിജക്റ്റ് ചെയ്തു. പക്ഷേ റിജക്ഷൻ 3 ദിവസത്തേക്കുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു റിസറക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നിന്നെ റിജക്റ്റ് ചെയ്താൽ നീ റിജക്റ്റഡ് ആകുമെന്നല്ല, നിന്നെ ദൈവം ഉയർപ്പിക്കുന്ന നിന്റെ ടൈമിലേക്ക്, നിയോഗത്തിലേക്ക് എഴുന്നേൽപ്പിക്കുന്നൊരു സമയമുണ്ട്. അതിനെ വിശ്വസിക്കുക. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പ്രസംഗിക്കാൻ തുടങ്ങി, വ്യത്യസ്തനാകാൻ തുടങ്ങി. അവൻ ലോകം മുഴുവനും അവനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ അവനെ ദൈവം തെളിയിച്ചൊരു സമയമുണ്ട്. ഓ ജീസസ്, അവൻ നിന്നെ തെളിയിക്കുന്നൊരു സമയം മുൻപിലുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ആമേൻ.